എടാ ഞാൻ നിന്റെ എപ്പിസോഡൊക്കെ കാണാറുണ്ട്, പക്ഷെ അതിലൊക്കെ എനിക്ക് പെൺകുട്ടികളോട് ഇഷ്ടമല്ലാന്നാണല്ലോ പറയുന്നത്. അതെനിക്ക് പണ്ടേ പെൺകുട്ടികളെ ഇഷ്ടമൊന്നും. പക്ഷെ നീ എന്തായാലും ആ മിയക്കുട്ടിയുടെ കൂടെ അല്ലേ ഡേറ്റ് പാടണ്ടേ? അതൊരു പെൺകുച്ചാണ്, കോമ്പറ്റീഷൻ അല്ലേ, പാടിയല്ലേ പറ്റൂ. അതുകൊണ്ട് മിയ വരുന്നു. അവളെ എനിക്ക് പണ്ടോട്ട് അറിയുന്ന, അവളെ ഇച്ചിരി കുറുമ്പാ. എന്തായാലും അവളെ തന്നെ ഇച്ചിരി പാടും. ഞാൻ ചന്ദ്രലേഖ സിനിമ കണ്ടിരുന്നു, നല്ല കോമഡി ആയിരുന്നു. ബിസ്ക്കറ്റ് വേണോ? നല്ലതാ, കഴിച്ചോ? അതില് കോണ്ടസ്റ്റ് ആയിട്ടൊരു കോമഡി ഉണ്ടായിരുന്നു. മിയക്കുട്ടി കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. ഇതെന്താ കേളി ഹെയറോ? നല്ലതാണോ? ജനിച്ചപ്പോ തൊട്ടുള്ളതാ. ഇവനല്ലേ നേരത്തെ പെമ്പിളെ ഇഷ്ടമല്ല സംസാരിക്കലെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇവിടെ കുട്ടൂസുണ്ട്. ആര്യ കുട്ടൂസ്. നമ്മൾ പണ്ട് തൊട്ടേ കമ്പനിയാ. എനിക്ക് ഇവിടെ മാത്രം കുട്ടൂസല്ല, എനിക്ക് നാട്ടിലും കുറെ കുട്ടൂസൊക്കെ ഉണ്ട്. മിയക്കുട്ടിക്ക് എന്നെ കുട്ടൂസ് പോകാൻ താല്പര്യമുണ്ടോ? കുട്ടൂസ് വേണ്ട. മിയക്കുട്ടി വാ, നമുക്ക് ഫ്ലോർ പോവാം. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു അങ്ങോട്ട് പൊക്കം വെച്ചു. അതെ, മീനുട്ടീന് അത്ര എത്തി. മീനുട്ടിയേക്കാളും പൊക്കം വെച്ചോ? ആ മുടി അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോഴും ആലുവേരയാണോ? ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? ഞാനിപ്പോ ഫിഫ്തില്. അത് എത്രാമത്തെ പ്രാവശ്യം? ഫിഫ്തില്. അല്ല, ഞാൻ സിക്സ്തില്. സോറി, മറന്നുപോയേ. പാട്ട് എങ്ങനെയുണ്ട്? പാട്ടൊക്കെ നന്നായിട്ടുണ്ട്. പാട്ട് പഠിക്കുന്നുണ്ടോ? ഓ ഉണ്ട്. ആര്യ ചേച്ചി, ഈ മിയക്കുട്ടിയാണ് ബാംഗ്ലൂർ ഇവിടെ കൊണ്ടുവന്നത്. അരവല എന്ന് പറഞ്ഞത്, റിലിക്സ് എന്ന് പറഞ്ഞത് തുടക്കം വിട്ട കുറച്ച് ആളാണിത്. ലിറിക്സ് പഠിച്ചു. ഓർക്കസ്ട്ര. ഓർക്കസ്ട്ര. വർഷം വേണ്ടി വന്നു പഠിക്കാൻ. അപ്പൊ നീ കൂടാ പൊക്കമൊക്കെ വെച്ചു, പക്ഷെ എന്നാലും ക്യൂട്ട്നെസ് ഇപ്പോഴും ഉണ്ട്. സുന്ദരി. അല്ല, ഇതിന്റെ ഇടയില് ടൈയും കെട്ടി ഒരാൾ നിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു, ഞങ്ങൾ മിണ്ടി കേട്ടോ. നമ്മുടെ റുജുകുട്ടിനെ ആരെങ്കിലും നോക്കിയോ? MJ സാറ് നോക്കിയോ? ചേട്ടൻ നോക്കിയോ? ടിപ് ടോപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. ഏതോ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. ആണോ? ഇൻഷുറൻസ് പിടിക്കാൻ വന്നതാണോ? പാട്ട് പാടാൻ വന്നതാ. ഏത് പാട്ട്? ഒന്നാം വട്ടം കണ്ടപ്പോ. ഒന്നാം വട്ടം കണ്ടു. ഈ മിയക്കുട്ടി ഒന്നാം വട്ടമാണോ കാണുന്നത്? ആണോ? എങ്ങനെയുണ്ട് മിയക്കുട്ടി? അടിപൊളിയാണ്. ആള് ബിസി അല്ലേ, ഭയങ്കര നിറച്ച് പ്രോഗ്രാംസ് അല്ലേ. മിയക്കുട്ടാ, ഇതാരാണെന്ന് അറിയാമോ? ആരാ? റിജ്വൽ. ഉജ്വൽ. അങ്ങനെയുണ്ട്, റിജ്വൽ അങ്ങനെ പേരുണ്ട്. 4 പേരുണ്ട് ഇപ്പൊ കണ്ടുപിടിച്ചത്. ഇങ്ങനെ കേട്ടല്ലോ, ഉജ്വല പ്രകടനം കേട്ടിട്ടില്ലേ? ഉജ്വല പ്രകടനം. പിന്നെ നമ്മുടെ ആര്യക്കുട്ടിയുടെ കുട്ടൂസും കുഞ്ഞോസും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കാലക്ക് മിയക്കുട്ടി, കാലക്ക് ഉജ്വലെ. കല്യാണം മകരമാസത്തിൽ വേലി കെട്ടി തപ്പ കല്യാണം. ഒരു കുങ്കുമക്കുയിലായി കുണുകുണുങ്ങി വന്നാട്ടെ.
ഋജുല, ഋജുല, ഉജ്ജ്വല, തേജുല, എന്തോ കലക്കി രണ്ടുപേരും കൂടെ. താങ്ക് യു. നീ കൂടെ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം അങ്കിളിന്. നീ കൂടെ ഇപ്പൊ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയി പോയില്ലേ? പ്രൊഫഷണൽ സൗണ്ടിങ് ആണ്, പെർഫോമൻസ് ആണ്. ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചെറുത് എന്നുള്ള രീതിയിലല്ലേ പാടണേ. അത് സൂപ്പറാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് വളർന്ന് വരുന്നത് കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു സന്തോഷമാണ് ഉള്ളിന്നുള്ള. ഇതാണ് ഇന്നർ ഹാപ്പിനെസ് അല്ലേ മീനുകൂട്ടാ? അതെ, മീനുകൂട്ടന്റെ എത്രയും പൊക്കം വരാൻ പോണേട്ടാ. അതെ, ഏകദേശം ആയി. അത്ര ആയിട്ടില്ല, ഇനി വരും, ഇച്ചിരി കൂടി ബിഗ് ആവുമ്പോ വരും. ഇപ്പൊ 6 ആയിട്ടുള്ളൂ. 6 സിക്സ്ത്തില് 6 പോകണു. ഏത് സബ്ജക്റ്റ് ആണ് ഇഷ്ടം? എനിക്ക് മാത്തമാറ്റിക്സ് ആണ് ഇഷ്ടം. ഋജുവിന് ഇഷ്ടമാണോ മാത്തമാറ്റിക്സ്? മാത്സ് ഇഷ്ടമൊക്കെ തന്നെയാ, പക്ഷെ കുറച്ച് ടഫ് കുറച്ച് ടഫ്. കുറച്ചും കൂടി ഇഷ്ടമൊക്കെ ഹിന്ദിയാ. ഹിന്ദിയാണോ ഇഷ്ടം? ഹിന്ദി അറിയോ സംസാരിക്കാൻ? ഹിന്ദി കുറച്ച് പറയും. MJ സാറിന്റെ അടുത്ത് ചോദിച്ചാൽ എന്തെങ്കിലും? ആണോ, മിയക്കുട്ടിക്ക് അറിയാലോ നല്ലോണം. मैं ठीक से चल रहा हूँ. എനിക്കറിയാം ഹിന്ദി. മിയക്കുട്ടിക്ക് നല്ലോണം അറിയാലോ. ये गाना कैसा गाया? ये बहुत अच्छे से गाया, बहुत अच्छी है. അയ്യോ അപ്പൊ മക്കളെ, ഋജുല എന്തോ സൂപ്പർ ആക്കി കേട്ടോ. താങ്ക് യു. സൂപ്പർ. എനിക്ക് ആദ്യം ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്ന ആ ഒരു ഡാൻസ് ഉണ്ടായിരുന്നല്ലേ, ആറ്റിറ്റ്യൂഡ്, ഒരു ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ആ അതന്നെ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ സ്വന്തം കൈന്നിട്ടതാണ്. അല്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത സ്റ്റെപ്സ് ഒക്കെ ഏതായിരുന്നു? അപ്പൊ മറ്റേതല്ലേ മറ്റേ കൊന്നേരി ഞാൻ അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് രേ 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 അത് പാടില്ലേ, അതിങ്ങനെയായിരുന്നു. ഇല്ലിനക്കിനി നാച്ചിക്കട്ടോ രേ 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 അതല്ലേ രേ രേ രേ. ഈ രേ എന്തിനാ കളയണേ, കുടഞ്ഞ കളയണേ? ആദ്യം അപ്പുകുട്ട തൊപ്പിക്കാരല്ലേ, അത് ഭയങ്കര വയലന്റ് ആയിട്ടാണല്ലോ പറഞ്ഞത്. അപ്പുകുട്ട തൊപ്പിക്കാരായി ഇപ്പൊ കല്യാണം. വയലന്റ് ആയിട്ട് നോക്കിയോ? മകരമാസത്തിൽ വേലി കെട്ടിട്ടപ്പ കല്യാണം. ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ കുറച്ചതായി, പാവമായി. കുറച്ചുകൂടെ ഭയങ്കര പവറായിരുന്നു. ഈ പുലരാറായോ പൊൻധനുമാസം എന്ന് പാടിയില്ലേ, അത് സഭാഷ. ഹരി തേർഡ് ബീജം ഫ്ലൂട്ടില്ലേ, ആ കസറി, ബ്യൂട്ടിഫുൾ കസറി, ഉഴുത് മറിച്ച്. അതെ, അത് സൂപ്പർ ആയിരുന്നു. മിയക്കുട്ടി പ്രൊഫഷണൽ ഗായിക നിന്ന് പാടുന്നത് ഞാൻ കണ്ടത് ഇവിടെ. അങ്ങനൊന്നുമില്ല, കുറച്ച് സ്റ്റൈലിഷ്, നല്ല സ്റ്റൈലാണല്ലോ ഇപ്പൊ. അത് സമ്മതിച്ചു. അല്ലേ, അല്ല ആള് സ്റ്റൈലായി, പാട്ടും സ്റ്റൈലായിട്ടുണ്ട്. നമ്മളെ ഇവിടുന്ന് പറയായിരുന്നു പ്രൊഫഷണൽ, പക്ക പ്രൊഫഷണൽ ആയി പറയായിരുന്നു. സ്റ്റൈലും മാനറിസം. അതെ അതെ. പിന്നെ ചിരി ഇത്തിരി കൂടിയിട്ടുണ്ട്. അതെ അതെ അതെ, ചിരി കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടം. ചിരിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ പാട്ട് കലക്കി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മിയക്കുട്ടി. അതുപോലെ തന്നെ ഋജ്വൽ കുട്ട, ഉജ്ജ്വലമായിരുന്നു, ഉജ്ജ്വലം. പാട്ട് നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി കേട്ടോ. ചില സ്ഥലങ്ങളിൽ മാത്രം ഫസ്റ്റ് 1-ാം വട്ടം കണ്ടപ്പം, ആ കണ്ടപ്പം കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. പിന്നെ കന്നിവെയിൽ പന്തലിട്ട് ആ കുറച്ച് ശ്രുതി പ്രശ്നം, അതൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ സൂപ്പർ ആയിരുന്നു, വളരെ മനോഹരമായിട്ട് പാടി. വെരി ഗുഡ്. രണ്ടുപേരും കലക്കി, വേറെ ലെവൽ. മിയക്കുട്ടി ഫോണിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ പാട്ടിങ്ങനെ കേൾക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ മുടിയാണ്, ഞാൻ ആ മുടി നോക്കി ഇങ്ങനെ ഇരിക്കും കുറെ നേരം. ഞാൻ അരിച്ചേച്ചിനെ ആദ്യമായിട്ടാണല്ലോ കാണണേ. അപ്പൊ അരിച്ചേച്ചിന് ഇഷ്ടംപോലെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു പാട്ട് ഞാൻ ഇതുപോലെ അരിച്ചേച്ചിനെ കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചു. പാട്ട് പഠിച്ച് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു വലിയൊരു ലൈക്ക്. അതാരുടെ ലൈക്കാ കണ്ടുപിടിക്കാൻ പറ്റുമോ? പിന്നെ അതൊരു സ്പെഷ്യൽ ആളാണ്. ആണോ? വലിയൊരു ലൈക്കോ? ഒരു അടിപൊളി ഒരു ലൈക്കാണ്, മ്യൂസിക്കിനെ ബന്ധപ്പെട്ടിട്ടുള്ള. മ്യൂസിക് എ റഹ്മാൻ സാറാണ്. റഹ്മാൻ സാർ ഒരു ലൈക്ക് ചെയ്തല്ലേ? കണ്ണോട് കൺപതല്ല. അപ്പൊ മിയക്കുട്ടി വരുമ്പോ തന്നെ ഒരു ഉന്മേഷം നമുക്ക് എല്ലാവർക്കും. കൂടെ ഋജ്വൽ ഇന്ന് കലക്കി കേട്ടോ. വെരി നൈസ്, വെരി നൈസ്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് ആ ഒരുപാട് ഭാഗങ്ങൾ നല്ല ഭംഗിയായിട്ട് പാടി. പിന്നെ ആ ഡ്യുവറ്റിന്റെ ആ ഒരു ഭംഗിയും പ്രത്യേകം കേൾക്കാനുണ്ടായിരുന്നു. ഒരു കുഞ്ഞു 1-2 സ്ഥലത്തൊരു ഫിനിഷിങ് കുറവ് തോന്നി. ആ വൃശ്ചികരാവിൻ പച്ചിലക്കൂട്ടിൽ ആ ഭാഗം പാടിയില്ലേ,
അവിടെ ഒരു ചെറിയൊരു ഫിനിഷിങ് കുറവുണ്ടായിരുന്നു. പിന്നെ മനസ്സിൻ കൂട്ടിൽ കൂടി ഇരുത്താലോ എന്ന് പറഞ്ഞ ഭാഗം ചരണത്തിലും ചെറിയൊരു ഫിനിഷിങ്ങിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളി. രണ്ടുപേരും കലക്കി. ഓൾ ദി ബെസ്റ്റ്. മീനുകുട്ടാ, ഇന്നൊരു സൂപ്പർ സ്റ്റാർ ആണ് ഇന്ന് മാർക്ക് കൊടുക്കാൻ പോകുന്നത്. ആരത്? നമ്മുടെ മീൻകുട്ടൻ. അതെ, ഓക്കെ. ഞാൻ കൊടുക്കാനോ? 100. 100? സൂപ്പർ സ്റ്റാർസ് ഒക്കെ അങ്ങനെയാ. 100ന്റെ പരിപാടി ഇല്ല, കുറയ്ക്ക്. ഒരു 99. കുറച്ചുകൂടെ. ഒരു 90. എന്നാ 90 കൊടുത്താലോ? നന്നായിട്ട് പാടിയില്ലേ? കുറച്ചും കൂടെ കൊടുക്കാറുണ്ട്. എത്ര കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ എത്ര? ഒരു 98.5. 98.5. ഇതിന്റെ ഇടയിൽ നമുക്ക് കൊടുത്താലോ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.25 ഔട്ട് ഓഫ് 100 ഫോർ റിച്വൽ. താങ്ക് യു. ഓക്കെ, മിയക്കുട്ട, ഓൾ ദി ബെസ്റ്റ്. Bye. Bye bye. Good night.